മലയാളിക്ക് യാതൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത താരമാണ് രമേഷ് പിഷാരടി. മിമിക്രി വേദിയിലൂടെയും ടെലിവിഷൻ പരിപാടിയിലുമൊക്കെ പിഷാരടി ശ്രദ്ധ നേടുന്നു. പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ച താരം ഇന്ന് സംവിധായകനായി തിളങ്ങി നിൽക്കുകയാണ്. സിനിമയ്ക്കകത്തും പുറത്തുമല്ല നിരവധി സൗഹൃദങ്ങൾ ഉള്ളയാളാണ് പിഷാരടി. അടുത്ത കാലത്തായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും പിഷാരടി ഉണ്ടാകാറുണ്ട്. മമ്മൂട്ടി പോകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും പിഷാരടിയും കൂടെ കാണാം. ഇതിന്റെ പേരിൽ താരത്തെ മുമ്പ് പലരും ട്രോളിയിരുന്നു. എന്നാൽ അതിനൊന്നും പിഷാരടി ഒരിക്കലും കാര്യമായി എടുത്തിരുന്നില്ല. ഇപ്പോഴിതാ താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെപ്പറ്റി സംസാരിക്കുകയാണ് പിഷാരടി. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മനസ്സ് തുറന്നത്. മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെ സൗഹൃദം എന്ന പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നതാണ് സൗഹൃദം. എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവുമാണ് ഉള്ളത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് എന്നോടുണ്ടാകുന്ന സ്നേഹവും പരിഗണനയും ആണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കൊരു മാർജിൻ ഒരൽപ്പം ഇങ്ങോട്ട് മാറ്റി വരച്ചു തരുന്നു. നമ്മൾ കണ്ട തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായ പല സിനിമകൾ, ചരിത്രം, ഓർമ്മകൾ, രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചർച്ച ചെയ്യാൻ പറ്റും. ചില ട്രോളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എന്നാണ് പിഷാരടി പറഞ്ഞത്. തൻ്റെ ഒരു പഴയകാല അനുഭവം രമേഷ് പിഷാരടി അഭിമുഖത്തിൽ പങ്കുവച്ചു. കുറേ നാൾക്ക് മുമ്പ് ഗാനമേളയുടെ ഇടവേളകളിൽ മിമിക്രി കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു. അയാളുടെ നാട്ടിൽ ഒരു പരിപാടിയുണ്ട്. കുറച്ച് പ്രശസ്തരായ കലാകാരന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അവിടെയുള്ളൊരു ഗൾഫുകാരനാണ് പരിപാടിയുടെ സ്പോൺസർ. ഞാനുൾപ്പെടെ 4 പേരോടൊപ്പം അവിടെ പോയി. മാരുതി 800 ഉത്സവ സ്ഥലത്ത് പോയി. പരിപാടി തീരുമ്പോഴേക്ക് അവർ ഏതോ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടി. ഷോ കഴിഞ്ഞ് പോകുമ്പോൾ അയാളും ഒപ്പം വേണം. ഒരാൾ പുറത്തിറങ്ങിയാലേ പറ്റൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് ജംഗ്ഷൻ. അ ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണം എന്നും പറഞ്ഞു. ശേഷം എന്നെയും കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അവരാ വഴിക്ക് പോയി. 1 മണി മുതൽ അമ്പലപ്പറമ്പിൽ കാത്തുനിൽക്കാൻ തുടങ്ങി. അവിടെ ഒരു പലകയിൽ അവർ വന്ന കാണാൻ കണക്ക് കൂട്ടി കിടന്നുറങ്ങി. രാവിലെ 8:30 9 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ ഇവിടെ പരിപാടി കണ്ടവർ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു. പോയില്ലേ എന്ന് പലരും ചോദിച്ചു. ഒടുവിൽ ബസ് കയറി തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ നിന്ന് എറണാകുളത്തേക്കും പോയി. സീറ്റൊന്നുമില്ല. നിന്നുറങ്ങി യാത്രയാണ്. അപ്പോഴാണ് നമ്മുടെ ആഗ്രഹം സിനിമയിൽ നടനാകാം, അവരെ പരിചയപ്പെടുന്നു എന്നൊക്കെയാണ്. എനിക്ക് എറണാകുളത്തൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളും ഉള്ള അമ്മയുടെ മീറ്റിംഗും മമ്മൂക്കയുടെ കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, അഭിമാനം ഇവരാരും വാക്കാൽ പറയുന്നതിനും അപ്പുറമാണ് എന്നാണ് ഞാൻ ചെയ്യും എന്ന് രമേഷ് പിഷാരടി പറഞ്ഞു. മമ്മൂട്ടിയെ നായകനാക്കി 2019 ഗാനഗന്ധർവൻ എന്നൊരു ചിത്രം രമേഷ് പിഷാരടി സംവിധാനം ചെയ്തിട്ടുണ്ട്.